4 ദിവസത്തെ വിന്നിംഗ് സ്ട്രീക്ക് അവസാനിപ്പിച്ച് കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് മാർജിനലി നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകിയെങ്കിലും 25,000 എന്ന ലെവലിനെ ഡിഫെൻഡ് ചെയ്യാൻ ഇതുവരെ നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഫോം ചെയ്ത നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിൽ പാറ്റേൺ നമ്മൾ പരിശോധിച്ചാൽ സെല്ലിംഗ് പ്രഷറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഹയർ സൈഡിലെ വിഗോട് കൂടിയുള്ള ഒരു ബിയറിഷ് ക്യാൻഡിലാണ് ഫോം ചെയ്തിരിക്കുന്നത്. അതായത് 25,400 450 എന്ന ക്രൂഷ്യൽ റെസിസ്റ്റൻസ് സോണിലേക്ക് കടക്കുന്നതിന് മുൻപ് 25,200 ഒരു പ്രധാന ഹഡിലായി പ്രവർത്തിക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത്. അതേസമയം 24,900 25,000 തുടങ്ങിയ ലെവലുകൾ മാർക്കറ്റിൻ്റെ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ 81 കോടി രൂപയുടെ ബൈയിങ് നടത്തിയപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ 329 കോടി രൂപയുടെ ബൈയിങ് ആണ് നടത്തിയത്. കഴിഞ്ഞ ദിവസം ജ്വല്ലറി സെക്ടറിലെ ടാറ്റാൻ എന്ന സ്റ്റോക്ക് മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുകയും നിഫ്റ്റിയുടെ ടോപ്പ് ഗെയിനറായി മാറുകയും ചെയ്തു. ടാറ്റാനിൻ്റെ ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിലാണ് മികച്ച പെർഫോമൻസ് കാഴ്ചവെച്ചത്. ടാറ്റാൻ പോലെ തന്നെ ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ സെൻഗോ ഗോൾഡ് എന്ന സ്റ്റോക്കിനെ ഫോക്കസ് ചെയ്യാം. സെൻഗോ ഗോൾഡിൻ്റെ ബിസിനസ് അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുണ്ട്. സെൻഗോ ഗോൾഡിൻ്റെ ടോട്ടൽ റവന്യൂ 6.5% ഉയരുകയും റീറ്റെയിൽ ബിസിനസ്സിൽ 15% വളർച്ച കൈവരിക്കുകയും കമ്പനി 5 പുതിയ ഷോറൂമുകൾ ഓപ്പൺ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സാത്വിക് ഗ്രീൻ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൽ റവന്യൂ 246 കോടിയിൽ നിന്നും 916 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ 32 കോടിയിൽ നിന്നും 177 കോടിയിലേക്ക് ഉയരുകയും മാർജിൻ 13 കോടിയിൽ നിന്നും 19 കോടിയിലേക്ക് ഇംപ്രൂവ് ആവുകയും ചെയ്തിട്ടുണ്ട്. ഈ രണ്ട് സ്റ്റോക്കുകളെ ക്വാർട്ടർലി ബിസിനസ് അപ്ഡേറ്റിൻ്റെ പശ്ചാത്തലത്തിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ ഫെർട്ടിലൈസർ സെക്ടറിലെ ഒരു കമ്പനിയായ പാരാദീപ് ഫോസ്ഫേറ്റ് എന്ന കമ്പനിയും ബാംഗ്ലൂർ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസർ എന്ന കമ്പനിയും തമ്മിലുള്ള അമാൽഗമേഷന് NCLTയുടെ സൈഡിൽ നിന്നും അപ്രൂവൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഒമ്നി ഡയറക്ഷണൽ ഡയറക്റ്റ് ടു കൺസ്യൂമർ പ്ലാറ്റ്ഫോമായ ABCD ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പവേർഡ് ഫീച്ചർ ആൻഡ് ഇന്നോവേഷൻസ് റീലോഞ്ച് ചെയ്തിട്ടുണ്ട്. ബോണ്ടാഡ എഞ്ചിനീയറിംഗ് എന്ന കമ്പനി 78.3 മെഗാവാട്ട് ശേഷിയുള്ള സോളാർ പ്രോജക്റ്റ് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും കമ്മീഷൻ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ബോണ്ടാഡ എഞ്ചിനീയറിംഗ് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. കോൾ ഇന്ത്യ എന്ന കമ്പനിയുമായി ഇർകോൺ ഇൻ്റർനാഷണൽ എന്ന കമ്പനി ഒരു ഡീലിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് കമ്പനികളും ഡീലിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. കൂടാതെ SML ഇസൂസു എന്ന കമ്പനി അതിൻ്റെ പേര് SML മഹീന്ദ്ര എന്നതിലേക്ക് മാറ്റുകയാണ്. ക്രോംപ്ടൺ ഗ്രീവ്സ് ആൻഡ് കൺസ്യൂമർ ഇലക്ട്രിക്കൽസ് എന്ന കമ്പനിക്ക് റൂഫ് ടോപ്പ് സോളാർ സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി തെലങ്കാന അഡ്മിനിസ്ട്രേറ്റീവ് ബോഡിയിൽ നിന്നും 51 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. കൂടാതെ ലുപ്പിൻ എന്ന കമ്പനി അതിൻ്റെ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി സെറ്റപ്പ് ചെയ്യുന്നതിന് വേണ്ടി $250 മില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ തീരുമാനിച്ചു. യൂണിപാർട്ട് എന്ന സ്റ്റോക്കിനെയും ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ്. യൂണിപാർട്ടിൻ്റെ സ്പെഷ്യൽ ഇൻട്രീം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് കമ്പനി ഒക്ടോബർ 13 സ്പെഷ്യൽ ഇൻട്രീം ഡിവിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് വേണ്ടി മീറ്റിംഗ് വിളിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യൂണിപാർട്ട് എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. PVR അയണോക്സ് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ലക്ഷറി ഡൈനിൻ സിനിമ ആറ്റ് മൾട്ടിപ്ലക്സ് ലോഞ്ച് ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കാം. IRB ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പേഴ്സ് IRB ഇൻവിറ്റ് ഫണ്ടിൻ്റെ 9 കോടി 11 ലക്ഷം ഷെയറുകൾ 753 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിട്ടുണ്ട്. സെൻട്രം ഇലക്ട്രോണിക്സ് എന്ന കമ്പനി ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറുമായി ചേർന്ന് ഒരു മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സിന് ആവശ്യമായിട്ടുള്ള ഹൈ ടെക്നോളജി നാവിഗേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ് സെൻറ്റം ഇലക്ട്രോണിക്സും ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡറും തമ്മിൽ മെമ്മറാൻഡം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. HFCL എന്ന കമ്പനിക്ക് ഒപ്റ്റിക്കൽ ഫൈബർ കേബിൾ സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 303 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. GR ഇൻഫ്രാ പ്രോജക്ട്സിന് ബൈപ്പാസ് റോഡ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി ജാർഖണ്ഡ് ബോഡി ഓഫ് കൺസ്ട്രക്ഷനിൽ നിന്നും 290 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്. ഡോക്ടർ അഗർവാൾ ഹെൽത്ത് കെയർ എന്ന കമ്പനി ആദിത്യ ജ്യോത് ഐ ഹോസ്പിറ്റലിൻ്റെ 12.25% സ്റ്റേക്കുകൾ 6.25 കോടി രൂപയ്ക്ക് അക്വയർ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ അഗർവാൾ ഹെൽത്ത് കെയർ എന്ന സ്റ്റോക്കിനെയും ഫോക്കസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ത്രിവേണി ടർബൈൻ എന്ന കമ്പനിയിലും പ്രൊമോട്ടേഴ്സ് സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നു. ത്രിവേണി ടർബൈൻ എന്ന സ്റ്റോക്കും മാർക്കറ്റിൻ്റെ ശ്രദ്ധയാകർഷിച്ചേക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.